ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മാത്രമല്ല എൽ.ഡി.എഫും യു.ഡി.എഫും രാഷ്ട്രീയ കേരളം ഒന്നാകെയും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് നേമം. സംസ്ഥാനത്ത് എൻ.ഡി.എ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് തലസ്ഥാന ജില്ലയിലെ നേമം. കാരണം വളരെ ലളിതമാണ്. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായ ഒ. രാജഗോപാൽ മത്സരിക്കുന്ന മണ്ഡലം ആണ് നേമം. ഇടതുപക്ഷത്ത് ആകട്ടെ എപ്പോഴും വാർത്താ വിവാദ നായകനായ വി ശിവൻകുട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് നേമം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രണ്ട് കരുത്തർ തമ്മിൽ തന്നെ ആയിരുന്നു പ്രധാന മത്സരം. അന്ന് ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 6415 ആയിരുന്നു. പക്ഷേ അവിടെ യു.ഡി.എഫിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിയാണ് രാജഗോപാൽ ബി.ജെ.പിയെ 2-ാം സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തിയത്. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുമ്പോൾ അവിടെ നിയമമണ്ഡലത്തിലെ 22 വാർഡുകളിൽ 9 ഡിവിഷൻ നേടി ഇടതുമുന്നണിക്ക് ഒപ്പം ആയിരുന്നു ബി.ജെ.പി. അവിടെ യു.ഡി.എഫിന് ലഭിച്ചത് 4 സീറ്റ് മാത്രം. ഇക്കുറിയാകട്ടെ മറുപക്ഷത്ത് യു.ഡി.എഫിൽ ഇടതുമുന്നണി വിട്ട് ജെ.ഡി.യുവിൽ അഭയം തേടിയ വി സുരേന്ദ്രൻപിള്ളയാണ് അവിടെ ഇത്തവണ യു.ഡി.എഫ് സ്ഥാനാർത്ഥി. ഇങ്ങനെ എന്തുകൊണ്ടും സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം ആയിരിക്കുന്നു നേമം. നമുക്ക് നേമത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ വിളിക്കാം. കെ പി കൈലാസ് നാഥിനെ ടെലിഫോൺ ലൈനിൽ. കൈലാസ്, കേൾക്കാമോ? എന്താണ് എൻ.ഡി.എ സഖ്യത്തിന്റെ പ്രതീക്ഷ നേമത്ത്? 2011 തെരഞ്ഞെടുപ്പിൽ കേവലം 20,248 വോട്ട് മാത്രമാണ് അന്നത്തെ ഐക്യ ജനതാദളിലെ യു.ഡി.എഫിലെ ചാരുപാറ രവിക്ക് ലഭിച്ചത്. ഇന്നാണെങ്കിൽ ജെ.ഡി.യുവിലെ വി സുരേന്ദ്രൻപിള്ളയിലൂടെ, മുൻ മന്ത്രി കൂടിയായ സുരേന്ദ്രൻപിള്ളയിലൂടെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാനാണ്. ഒരുപക്ഷെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് യു.ഡി.എഫിന് ഉള്ളിലകത്ത് ആത്മവിശ്വാസമില്ലെങ്കിലും ഒരുപക്ഷെ അവർ പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് യു.ഡി.എഫ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു പ്രത്യേകത, രാജഗോപാലിന്റെ പക്ഷം ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ബി.ജെ.പിക്ക് എതിരായിട്ടുണ്ടായിരുന്നു എന്നാണ് പൊതുവായുള്ള വിലയിരുത്തൽ. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ആ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇല്ലാതാക്കാനുള്ള ഒരു ശക്തമായ ശ്രമം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇത്തവണ കൃത്യമായി തുല്യ നിലപാലിച്ച് ഒരു മണ്ഡലം ആണ് നേമം. അവിടുത്തെ വാർഡുകളുടെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ ശിവൻകുട്ടി തന്നെ മത്സരിക്കുമ്പോൾ എങ്ങനെ ഈ ബി.ജെ.പി ഉയർത്തുന്ന വെല്ലുവിളിയെ മറികടക്കാം എന്നാണ് അവിടെ എൽ.ഡി.എഫിന്റെ പ്രതീക്ഷ ഇത്തവണ? എൽ.ഡി.എഫിന്റെ പ്രധാനമായിട്ടുള്ള തുരുപ്പിച്ചിട്ട് ശിവൻകുട്ടി തന്നെയാണ്. കാരണം അവർ രാജഗോപാലിനെയും ശിവൻകുട്ടിയെയും താരതമ്യം ചെയ്യുകയാണ്. 86-കാരനായ പെരുന്തപ്പുറത്തിനാണെങ്കിലും 86-കാരനായ രാജഗോപാലിനേക്കാൾ ഏറ്റവും ഊർജ്ജസ്വലനായ ശിവൻകുട്ടിക്ക്, കാരണം മണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഓടിയെത്തുന്ന വിവാഹങ്ങളിലും മരണങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഓടിയെത്തുന്ന ശിവൻകുട്ടിക്ക് മണ്ഡലത്തെ ജനപ്രതിനിധിയാവാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയുള്ള ഒരു മതേതര ശക്തികളുടെ ഏകീകരണം, ന്യൂനപക്ഷ വോട്ട് എന്ന് CPM പറയുന്നില്ലെങ്കിലും ഹിന്ദു മതവിശ്വാസികളിൽപ്പെട്ട മതേതര വിശ്വാസികൾ പോലും തങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു ബി.ജെ.പി വിരുദ്ധമായ വോട്ട് തങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നത്. ഓക്കെ, സുരേന്ദ്രൻപിള്ളയുടെ കാര്യത്തിൽ ഏറ്റവും അവസാന നിമിഷം വരെ വലിയ അനിശ്ചിതത്വമുണ്ടായിരുന്നു. സുരേന്ദ്രൻപിള്ള സ്വതന്ത്രനായി മത്സരിക്കുമോ, പിന്നെ ജെ.ഡി.യുവിൽ അഭയം പ്രാപിക്കുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. മുന്നണി മാറി വന്ന സുരേന്ദ്രൻപിള്ളയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ നേമത്ത്? സുരേന്ദ്രൻപിള്ളയുടെ പ്രകടനം നിഷ്പക്ഷമായി വിലയിരുത്തുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ചാരുപാറ രവി നടത്തിയ പ്രകടനത്തെക്കാൾ ഭേദപ്പെട്ട പ്രകടനമാണ് സുരേന്ദ്രൻപിള്ള നടത്തുന്നത്. സുരേന്ദ്രൻപിള്ളക്കെതിരെ ശക്തമായ ആരോപണം എൽ.ഡി.എഫ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അവസാന നിമിഷം സീറ്റ് കിട്ടാതെ ഓടി വന്ന ആളാണ് സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്നുണ്ട്. സുരേന്ദ്രൻപിള്ള പേയ്മെന്റ് സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത്. മറുഭാഗത്ത് രാജഗോപാലാകട്ടെ സുരേന്ദ്രൻപിള്ളയോട് എൽ.ഡി.എഫ് ചെയ്ത കൊടും വാതകത്തിൽ സുരേന്ദ്രൻപിള്ളയ്ക്ക് എൽ.ഡി.എഫിനോട് ശക്തമായ വിരോധമുണ്ട് എന്നും രാജഗോപാൽ പറയുന്നു. പശ്ചാത്തലത്തിൽ സുരേന്ദ്രൻപിള്ള എന്തു തന്നെയായാലും ചാരുപാറ രവി പിടിച്ചതിനേക്കാൾ വോട്ട് പിടിക്കുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും കൈലാസ്നാഥ് നൽകുന്ന വിവരങ്ങൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ നന്ദി കൈലാസ്നാഥ്. ബാലറ്റ് ന്യൂസിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. മണ്ഡല വിശേഷങ്ങളുമായി ഇനി മണ്ഡലകാലം. പ്രായത്തിൻ്റെ കാര്യത്തിൽ വി.എസ്. അച്യുതാനന്ദനും കരുണാനിധിയും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. രണ്ടുപേർക്കും 93 വയസ്സാണ്. പക്ഷേ ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് മലമ്പുഴ മണ്ഡലത്തിൽ പ്രചരണത്തിന് നായകത്വം വഹിക്കുന്ന വി.എസിനെ പോലെ അല്ല തമിഴകത്ത് കരുണാനിധിയുടെ അവസ്ഥ. അവിടെ വീൽ ചെയറിൽ ആയതുകൊണ്ട് മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കരുണാനിധിക്ക്. തിരുവാരൂർ മണ്ഡലത്തിൽ, സ്വന്തം മണ്ഡലത്തിൽ കരുണാനിധിക്ക് വേണ്ടി ഇത്തവണ വോട്ട് പിടിക്കുന്നത് മകൻ തമിഴ് അരസനാണ്.
കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ചൂടുകാലം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കടന്നുപോയിട്ടും 93-ാം വയസ്സിൽ തളരാത്ത ഊർജ്ജവുമായി കേരളമൊട്ടാകെ പ്രചാരണത്തിലായിരുന്നു VS. ഒരാഴ്ചയായി സ്വന്തം മണ്ഡലമായ മലമ്പുഴയിലാണ് VSന്റെ പ്രചാരണം. എന്നാൽ 93-ാം വയസ്സിൽ DMK അധ്യക്ഷൻ കരുണാനിധിയുടെ കാര്യം അങ്ങനെയല്ല. വർഷങ്ങളായി വീൽചെയറിലാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം. അനാരോഗ്യം കാരണം പ്രചാരണം ഇത്തവണ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മാത്രമായി ഒതുക്കി കലൈഞ്ചർ. മകൻ സ്റ്റാലിനാണ് DMKയുടെ മുഖ്യ പ്രചാരകൻ. ആരോഗ്യപ്രശ്നമുണ്ടെങ്കിലും കലൈഞ്ചറുടെ മണ്ഡലം ജന്മസ്ഥലമായ തിരുവാറൂർ തന്നെ ഇത്തവണയും. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും പണ്ടേ പോലെ ഓടിയെത്താനാകാത്തതിനാൽ മകൻ തമിഴ് അരശനാണ് അച്ഛനായി വോട്ട് പിടുത്തം ഇത്തവണ നടത്തുന്നത്. വീട് വീടാന്തരം കരുണാനിധിയുടെ വോട്ടഭ്യർത്ഥന നോട്ടീസ് വിതരണം ചെയ്താണ് തമിഴരശന്റെ പ്രചാരണം. കലൈഞ്ചറോടുള്ള സ്നേഹം കലൈഞ്ചർ പയ്യനോടുമുണ്ട് തിരുവാറൂർക്കാർക്ക്. പ്രായമെത്രയായാലും തിരുവാറൂർ കലൈഞ്ചർക്കൊപ്പമെന്നതിന് DMK അണികൾക്കും സംശയമില്ല.